നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അതെ, എനിക്ക് മനസ്സിലാവത്തോണ്ട് ചോദിക്കുക, എന്തിനാ സഞ്ജു കവിതകളമ്മയെ പേടിക്കുന്നെ? അവരുടെ മുന്നിൽ സഞ്ജു താഴ്ന്നു കൊടുക്കുവാണെങ്കിൽ എന്തെങ്കിലും കാര്യം ഉണ്ടാവും. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സഞ്ജു എന്നോട് ഷെയർ ചെയ്യേ. കമ്പനി ഞാൻ ഏറ്റെടുക്കുമ്പോ കാര്യങ്ങളൊക്കെ നോക്കി നടത്തിയിരുന്നത് കവിതാപ്പച്ചിയ. അതിന്റേതായ ഒരു അധികാരം അവരെന്നോട് കാണിച്ചിട്ടുണ്ട്. അപ്പോ അവർക്ക് MD സ്ഥാനം വേണമെന്നല്ലേ പറയുന്നേ? ഞാനത് കേട്ടു. അമ്മൂന് ചേർത്ത് ഒരുതരം ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന പോലെ അവര് സംസാരിക്കുന്നെ. അവളെ ഇപ്പോ ശാരീരികമായി ഉപദ്രവിക്കാനും തുടങ്ങിയിട്ടുണ്ട്. കവിതാപ്പച്ചിയെ ഞാൻ നിലയ്ക്ക് നിർത്തിയിട്ടാ വരുന്നത്. കമ്പനിയുടെ എല്ലാ പ്രധാന ചുമതലകളിൽ നിന്നും ഞാൻ അവരെ ഒഴിവാക്കിയിട്ടുണ്ട്. ഇപ്പോ ബോർഡ് മെമ്പറായി ഒതുക്കി നിർത്തിയിരിക്കുക. കൊള്ളാം, അതവര് ചോദിച്ചു വാങ്ങിയത് തന്നെയാ. അതിന്റെ ക്ഷോഭം എന്റെ മുന്നിൽ കാണിച്ചിട്ടാ പോയത്. അപ്പച്ചി ഇനി പല അപവാദ കഥകളും പറയും. അമ്മു കുറെ കാലം എന്നെ ഭർത്താവായി കണ്ടു കഴിഞ്ഞതല്ലേ. ഇനി ഞാനാണ് അവളുടെ കഴുത്തിൽ താലി കെട്ടിയെന്ന് വരെ പറഞ്ഞു കളയും. സർ, താങ്ക് യു. താങ്ക് യു സർ. കഴിക്കാം. അവരെന്ത് വേണമെങ്കിലും പറയട്ടെ, അമ്മുനെ വേദനിപ്പിക്കാതിരുന്ന മാത്രം മതി. ഇക്കണക്കിന് പോയാ അമ്മ അധികകാലം നമ്മുടെ കൂടെ നിന്നെന്ന് വരില്ല. ഗോവിന്ദ് ഇന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്താ വിശേഷം? ആ, അമ്മുവിനെ മംഗലശ്ശേരിയിൽ പിടിച്ചു നിർത്താതെ ബാംഗ്ലൂരിലെ ആ ജോലിക്ക് അയക്കാനാ ഗോവിന്ദ് പറയുന്നത്. എനിക്ക് തോന്നുന്നത് അവിടെ ഏതെങ്കിലും ഹോസ്പിറ്റലില് ഗോവിന്ദിനും പ്രാക്ടീസ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെന്നാ. അല്ലെങ്കിൽ എന്തിനാ അമ്മൂനെ മംഗലശ്ശേരിയിൽ നിന്ന് ഇറക്കാൻ ഗോവിന്ദ് ഇത്ര തിടുക്കം കാട്ടണം? അമ്മൂനെ ബാംഗ്ലൂരിലേക്ക് അയക്കാൻ എനിക്ക് താല്പര്യമില്ല. ഞാനത് ഗോവിന്ദിനോട് പറഞ്ഞു. അവർ ഒരേ സ്ഥലത്തുണ്ടായ ക്രമേണ മാനസികമായിട്ടൊരു അടുപ്പമുണ്ടാവും. ഞാൻ ആലോചിക്കുന്നത് ഗോവിന്ദൻ എന്തേലും കാര്യം പറഞ്ഞ് മംഗലശ്ശേരിയിലേക്ക് ക്ഷണിച്ചാലോന്നാ. പണ്ട് സച്ചി നിന്നതുപോലെ അവനെ വീട്ടിൽ താമസിപ്പിച്ച നമ്മൾ ഉദ്ദേശിക്കുന്ന നടക്കും. പക്ഷേ ഗോവിന്ദ് അതിന് വഴങ്ങുമെന്ന് എനിക്ക് സംശയമുണ്ട്. ഗോവിന്ദ് സമ്മതിക്കും, എനിക്കതിൽ ഉറപ്പുണ്ട്. അവൻ അമ്മൂനെ അത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ട്. എന്നാ നമുക്ക് അവനൊന്ന് കാണാൻ പോവാം. നിന്നോട് പറയാനല്ലേ പറഞ്ഞത്? പറയാം. പെരുവണ്ണാപുരം ക്ഷേത്രത്തിൽ വെച്ച് 1 വർഷം മുൻപ് ഇവളുടെ കഴുത്തിൽ താലി കെട്ടിയത് ഇവനാ. ശ്രീദേവിയുടെ മകൻ സഞ്ജു എന്ന സഞ്ജയ് പണിക്കർ.
ഈശ്വര. എനിക്ക് ഓർമ്മ നഷ്ടായപ്പോ ഞാൻ പറഞ്ഞ വെടിത്തരം ഓർത്താണോ അപ്പച്ചി ഇതൊക്കെ പറയുന്നത്? ഇത് വളരെ മോശമായി പോയി ചെറിയമ്മ. ഇത്രയ്ക്ക് അങ്ങോട്ട് നിങ്ങൾ അതപ്പതിക്കാൻ പാടില്ലായിരുന്നു. എല്ലാവരെയും വിളിച്ചുകൂട്ടി ഇത് പറയാനാണെങ്കിൽ നിനക്കൊന്ന് ഫോൺ ചെയ്ത് പറഞ്ഞുകൂടായിരുന്നു കവിതേ? അപ്പൊ ഞാനേ ഓഹോ അങ്ങനെയാണോ എന്ന് ഞാൻ ഫോണിൽ കൂടി മറുപടി പറയില്ലായിരുന്നു. ഇത് ചുമ്മാ മനുഷ്യനെ വിളിച്ചു വരുത്തി ടെൻഷൻ അടിപ്പിക്കാൻ വേണ്ടി. ഞാൻ പറഞ്ഞില്ലേ അമ്മേ, കവിതയ്ക്ക് എന്തോ പ്രശ്നമുണ്ട്. അത് ഞങ്ങൾക്ക് മുമ്പേ അറിയാവുന്നതല്ലേ. കല്യാണം കഴിക്കാത്തതിന്റെ ഫ്രസ്ട്രേഷൻ ആണെന്ന് ഞാൻ പറഞ്ഞ അപ്പൊ എന്നെ കൊല്ലാൻ വരും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.